കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മൃതദേഹം കുഴിച്ചിട്ടുവെന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ സ്ഥലത്തു നിന്ന് സംശയകരമായ വസ്തുക്കൾ കണ്ടെത്തി. ചുവന്ന നിറമുള്ള ബ്ലൗസ്, ATM കാർഡ്, ആധാർ കാർഡ് എന്നിവയാണ് കണ്ടെത്തിയത്. ഒന്നാം പോയിന്റിൽ നടത്തിയ പരിശോധനയിലാണ് വസ്തുക്കൾ കണ്ടെത്തിയത്. ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു വിവരങ്ങളുമായി. ജോസഫ്, ഇപ്പോൾ പരിശോധന ഇപ്പോഴും തുടരുക തന്നെയാണ് അല്ലേ? കാളിദാസ്, ഇന്നത്തെ പരിശോധന പൂർത്തിയായി. ആദ്യ 5 പോയിന്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പരിശോധന നടത്തിയത്. അതായത് സ്നാനഘട്ടയ്ക്ക് സമീപമുള്ള ആദ്യ 5 പോയിന്റുകളിലാണ് ഇന്നലെയും ഇന്നുമായി പരിശോധന നടത്തിയത്. ഇന്നലെ ഒന്നാമത്തെ പോയിന്റിൽ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധന നടത്തിയതിൽ നിന്നാണ് പ്രധാനപ്പെട്ട സംശയകരമായ വസ്തുക്കൾ കണ്ടെടുത്തിട്ടുള്ളത്. അതായത് ഒരു സ്ത്രീയുടെ ചുവന്ന ബ്ലൗസ്, ATM കാർഡ്, അതുപോലെ തന്നെ ആധാർ കാർഡിൽ ലക്ഷ്മി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വസ്തുക്കൾ ഇപ്പോൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഈ ആധാർ കാർഡിൽ പറയുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അടക്കം പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഈ സംശയാസ്പദമായ സാഹചര്യത്തിലാണ് ഈ വസ്തുക്കൾ ലഭിച്ചിട്ടുള്ളത്. അതായത് ഇന്നലെ ശുചീകരണ തൊഴിലാളി മണ്ണ് നീക്കം ചെയ്ത് കുഴിച്ചെടുത്ത സ്ഥലം, അതായത് 2.5 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്തപ്പോഴാണ് ഈ വസ്തുക്കൾ ലഭിച്ചത്. പക്ഷേ ഇവിടെ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വസ്തുക്കൾ സംശയ ദൃഷ്ടിയോടുകൂടി തന്നെയാണ് അന്വേഷണ സംഘം നോക്കിക്കാണുന്നത്. ഇത്തരത്തിൽ 2009 മരണപ്പെട്ട ഗംഗോത്രി ലോഡ്ജിൽ മരണപ്പെട്ട ലക്ഷ്മി എന്ന സ്ത്രീയുടേതാണോ എന്നൊരു സംശയം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമരസമിതിയുടെ അഭിഭാഷകൻ സൂചിപ്പിച്ചത് ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണം. ലഭിച്ച വസ്തുക്കളുടെ സൂക്ഷ്മ പരിശോധന നടത്തണം, അതിലൊരു വ്യക്തത വരുത്തണമെന്നാണ് പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഈ വസ്തുക്കളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇന്ന് മറ്റ് 4 പോയിന്റുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തിയിരുന്നു. ഈ പോയിന്റുകളിൽ നിന്ന് ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് അല്പസമയം മുമ്പ് ഇവിടെ എത്തിയ DGP വ്യക്തമാക്കിയത്. പക്ഷേ 10 മണിക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. എന്തൊക്കെ സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൃത്യത വരണമെങ്കിൽ അതൊരു 10 മണിക്ക് ശേഷമായിരിക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആദ്യ 2 ഘട്ട അതായത് മണ്ണ് നീക്കിയുള്ള പരിശോധന 2 ഘട്ടം പിന്നിടുന്ന സാഹചര്യത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ശുചീകരണ തൊഴിലാളിയും അത്തരത്തിൽ തന്നെ ഒരു ആത്മവിശ്വാസക്കുറവ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരുന്നു. കാരണം 15 വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ ഇവിടെ നിന്ന് പോയതാണ്. ഭൂപ്രകൃതിയുടെ ഘടനയിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. 2018 ഈ നേത്രാവതി പുഴയിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ മണ്ണൊക്കെ കുത്തലിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടനയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ ശുചീകരണ തൊഴിലാളി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത് 1 മുതൽ 7 വരെയുള്ള ഒരു പ്രദേശം, അതൊരു സാധ്യതാ പ്രദേശങ്ങൾ മാത്രമാണ്. ഞാൻ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ഇന്നലെ തന്നെ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയതാണ്. ഏറ്റവും പ്രതീക്ഷ ശുചീകരണ തൊഴിലാളി ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് 8 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളാണ്. ഈ 8 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് റോഡിനോട് ചേർന്ന് വനപ്രദേശത്തിലാണ്. അതായത് റോഡിൽ നിന്നൊരു 10 മീറ്റർ മാറി വനപ്രദേശത്താണ്. ഈ ഭാഗത്ത് യാതൊരുവിധ നിർമ്മാണ പ്രവർത്തികളൊന്നും തന്നെ നടന്നിട്ടില്ല. ആ സ്ഥലം പഴയതുപോലെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഈ പ്രദേശത്ത് നിന്ന് എത്രയും വേഗം ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുമെന്നൊരു പ്രതീക്ഷ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളൊരു കാര്യമാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും അന്വേഷണവുമായി ശുചീകരണ തൊഴിലാളി പറയുന്ന വാക്കുകൾ 100% വിശ്വാസത്തിലെടുത്തിട്ടുള്ള ഒരു അന്വേഷണവുമായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം പോകുന്നത്. എന്തായാലും ലഭിച്ച വസ്തുക്കളുടെ സൂക്ഷ്മ പരിശോധന നടത്തണമെന്ന് സമരസമിതി പ്രവർത്തകരും സമരസമിതിയുടെ അഭിഭാഷകനടക്കമുള്ള ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. മൃതദേഹാവശിഷ്ടങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് അല്പസമയം മുമ്പ് പ്രതികരിച്ച DGP പ്രണവ് മൊഹന്തി വ്യക്തമാക്കിയിട്ടുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇന്ന് സ്ഥലത്തെത്തി ഈ കാടുകളിൽ സന്ദർശിക്കുകയും കാടുകളിൽ ഈ തെളിവെടുപ്പിന്റെ ഭാഗമായി കൂടിച്ചേരുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ 6, 7, 8, 9, 10, 11, 12, 13 പോയിന്റുകളിലായിരിക്കും പരിശോധന നടത്തുക. ശുചീകരണ തൊഴിലാളി ആദ്യഘട്ടത്തിൽ 13 ഇടങ്ങളാണ് കാണിച്ചു നൽകിയിട്ടുള്ളത്. ഇവിടെ തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം പൂർണ്ണ തോതിൽ തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം മറ്റിടങ്ങളിലേക്ക് പോയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉള്ളത്. എന്തായാലും
ശക്തമായ പരിശോധനയും അന്വേഷണവുമായി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നുണ്ട്. ശുചീകരണ തൊഴിലാളിക്ക് തൃപ്തിയാകുന്നത് വരെ ഒരു സ്ഥലം കുഴിക്കണമെന്നാണ് ഈ പ്രത്യേക ഉദ്യോഗസ്ഥരോടക്കം DGP നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ശുചീകരണ തൊഴിലാളിക്ക് 100% തൃപ്തി വരുന്നതുവരെ ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് മടങ്ങിയിരിക്കുകയാണ്. കാളിദാസ്. ശരി ജോസഫെ, ധർമ്മസ്ഥലയിൽ ഇന്നത്തെ തെളിവെടുപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നു. 5 ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പ്രധാനമായും പരിശോധന. 13 ഭാഗങ്ങളാണ് ശുചീകരണ തൊഴിലാളി, അതായത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയ ശുചീകരണ തൊഴിലാളി കാണിച്ച 13 ഭാഗങ്ങളിൽ 5 ഭാഗങ്ങളിലാണ് ഇന്നിപ്പോൾ പരിശോധന നടത്തിയത്. അതിൽ ആദ്യത്തെ ഭാഗത്തു നിന്ന് ദുരൂഹമായ പല വസ്തുക്കളും ലഭിച്ചു. ഇത് സൂക്ഷ്മ പരിശോധനയ്ക്കായിട്ട് അയച്ചിട്ടുണ്ട്. ബാക്കി 4 ഭാഗങ്ങളിൽ നിന്ന് ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങൾ കൂടി ജോസഫ് പങ്കുവെക്കുന്നു. ഇനി നാളെ 6 മുതൽ 13 ഭാഗങ്ങൾ വരെയാണ് ഉണ്ടാവുക. ശുചീകരണ തൊഴിലാളിക്ക് തൃപ്തിയാകും വരെ ആ ഒരു മണ്ണ് മാറ്റി പരിശോധന നടത്തണം എന്നുള്ള നിർദ്ദേശമടക്കമുണ്ട്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.